ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിപ്പം യൂട്യൂബ് തുറന്നാൽ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആണ് ഒബയോജി ദിയ കൃഷ്ണന്റെ ബിസിനസ്സിൽ നടന്നിട്ടുള്ള വലിയൊരു തട്ടിപ്പ്. അതായത് ഏകദേശം 69 ലക്ഷത്തോളം വരുന്ന രൂപേന്റെ തട്ടിപ്പാണ് ഈ ഒരു ഓഗസ്റ്റ് ടു ഈ ജൂൺ വരെ ഒരു ഏകദേശം ഒരു 10 മാസത്തിന്റെ ഇടയിൽ ഇവരുടെ ആ അണ്ടറിൽ ദിയ കൃഷ്ണന്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന 3 സ്റ്റാഫ് നടത്തിയിട്ടുള്ളത്. 69,000 രൂപയുടെ പോലും അല്ല, 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം കാണുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഏതോ ഒരു ചാനലിന് ഓൺലൈൻ ചാനലിന് ഈ 3 പേര് ഈ തട്ടിപ്പ് നടത്തിയ 3 പേര് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഭയങ്കര അരോഗൻ്റ് ആയിട്ട് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദിയ കൃഷ്ണ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ അനുവദിക്കാറില്ല, ഫുഡ് കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് തരാറില്ല, ഒരു ഫുഡിൻ്റെ ഒരു വേസ്റ്റ് എങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ അതിനും പറയും. അത് ചിലപ്പം സ്വാഭാവികമായിട്ടും OCD ഒക്കെ ഉള്ള ആൾക്കാർക്ക്, OCD അല്ലേ ഇത്, ഉള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ നിങ്ങളിപ്പം തലയിലെടുത്ത് കൊണ്ടുവച്ചത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ 69 ലക്ഷം രൂപ പറ്റിച്ചത്. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു ദിയ കൃഷ്ണ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് ഏൽപ്പിക്കില്ല. ആള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഷീ നീഡ്സ് റെസ്റ്റ്. അതുപോലെ തന്നെ ആൾക്കാളെ ഒന്ന് കെയർ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സമയമാണിത്. ആ ഒരു ഗ്യാപ്പിലാണ് നിങ്ങൾ ഇത്രയും പൈസ പറ്റിച്ചിട്ടുള്ളത്. നിങ്ങളോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ആള് റെസ്റ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവർ നോക്കിക്കോളും. നിങ്ങളെ ഇവര് വഴക്ക് പറഞ്ഞിരുന്നു, ചോറ് വീണതിന് അങ്ങനെ ആക്കിയിരുന്നു, പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു അമ്മ? ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതാ? ഓക്കെ, അങ്ങനെ. അതിപ്പം സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേർക്കും അറിയാം ഓൾറെഡി ദിയ കൃഷ്ണന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ആളുടെ ഫാദറിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ സംസാരിച്ചൊരു വിഷയമായിരുന്നു ജാതി, മറ്റേ കുമ്പിളിൽ ചോറ് കൊടുത്തതും കുഴി കുത്തി ചോറ് കൊടുത്ത കഥയൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് വിവാദമായതാണല്ലോ. അപ്പം ഇവർക്ക് ഇവരുടെ കള്ളി വെളിച്ചത്താവാണ്ടിരിക്കാനും ഇവരെ ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ആയിരിക്കും, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ജാതിയും മതവും നിറവും ചോരയും ഒക്കെ പറക്കിയിട്ടത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മലയാളികൾക്കുണ്ട്. മലയാളികൾക്ക് നല്ല ചോറ് തിന്നുന്ന മനുഷ്യന്മാർക്കുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ആരോപണങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇവർ ആദ്യം ഒന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഓൺലൈൻ മീഡിയാസിൽ ഇന്റർവ്യൂസ് കൊടുക്കുന്നു, ഇവരെ ദിയ കൃഷ്ണ അങ്ങനെയാണെന്ന് പറയുന്നു, ഇയാളുടെ ഫാദർ അങ്ങനെയാണെന്ന് പറയുന്നു. അപ്പം ഇവരുടെ അമ്മയുടെ ചാനലിലാണ് ഇവർ സംസാരിക്കുന്നത്. ഈ 3 പേരും ഇവരുടെ ദിയ കൃഷ്ണയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഹാന കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയും ഇവരൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് ഈ 3 പേര് സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതും ഇവർ 8 ലക്ഷം രൂപ എങ്ങനെ ഇപ്പം കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എമൗണ്ടും കൂടി തന്നേ മതിയാവൂ എന്നുള്ളതാണ് ഇപ്പം ദിയ കൃഷ്ണന്റെ സൈഡിൽ നിന്ന് അവർ വെച്ചിട്ടുള്ള വാദം. ഒന്നും പറയാനില്ല, 69 ലക്ഷം 69 ലക്ഷം തന്നെ തിരിച്ചു കൊടുക്കണം. കാരണം ആളുടെ പണിയെടുത്ത പൈസയാണത്. നിങ്ങൾക്കിപ്പോൾ ഇതുവരെ ശമ്പളം തന്നിട്ടില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ ശമ്പളം, ഇപ്പം നിങ്ങൾക്കൊരു 10,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ശമ്പളം കിട്ടിയിട്ടില്ല, അതാണ് ഞങ്ങളതിൽ നിന്ന് മുക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്ത് നിൽക്കാം. അതല്ലാണ്ട് പിന്നെ ഈ 1,500 രൂപയുടെ മാല വിറ്റിട്ട് ഒരാൾക്ക് 500 വെച്ചിട്ടാണ് ഇവരെടുക്കുന്നത്. അതായത് ഞാനാണ് ഒരു മാല ഓർഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഒബയോസിൽ നിന്ന് ഞാനാണ് ഒരു മാല ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ QR കോഡാണ് എനിക്ക് അയച്ചു തരിക, അതിലേക്കാണ് ഞാൻ പേയ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പം ഈ സ്റ്റോക്കിന്റെ കാര്യത്തിലൊക്കെ സ്റ്റോക്കൊക്കെ കൃത്യമായിരിക്കില്ലേ ലാപ്ടോപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 100 പീസ് വരുന്നിടത്ത് ഇവർ ചിലപ്പം 98 പീസ് അല്ലെങ്കിൽ 96 പീസേ വന്നിട്ടുള്ളൂ എന്നുള്ള രീതിക്ക് കണക്ക് കാണിക്കും. അപ്പോൾ ബാക്കി 4 പീസ് ഇവർക്ക് എന്ത് ചെയ്യാം, മറിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ദിവസം അപ്പം അത്രയും ഈ 10 മാസത്തിനിടയ്ക്ക് 69 ലക്ഷം രൂപ പറ്റിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് തന്നെയായിരിക്കും അത്. അപ്പം വെറും 100 പീസസ് ഒന്നും ആയിരിക്കില്ല വരുന്നത്, ഒരു 1000 പീസസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് എത്ര പീസസ് മുക്കാം? ഒരു ഇതിന്റെ പുറത്ത് 1,500 രൂപ വെച്ചിട്ട് ഇവർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ ഒരു നഷ്ടവുമില്ല. കാരണം ഇവർ ഈ ഇറക്കുന്ന 1000 പീസിന്റെയും മുതൽ മുടക്ക് ദിയ കൃഷ്ണയ്ക്കാണ്. ഇവർക്ക് അവിടെ എത്തിക്കുന്ന ചാർജ് ഇല്ല, അല്ലെങ്കിൽ അത് വാങ്ങേണ്ടടുത്ത് ഇവർക്ക് പൈസ കൊടുക്കണ്ട. ഈ 1,500 രൂപയും ഇവർക്കുള്ളതാണ്. ഫുൾ പ്രോഫിറ്റ് ആണ്, ലാഭം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ
അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ ഏതോ ഒരാൾ വീട് വെച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പണമൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ദൂർത്തടിച്ചു കളഞ്ഞു. അതങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് വീണിട്ട് കിട്ടിയ പൈസ അല്ലെങ്കിൽ പറ്റിച്ചിട്ട പൈസ ഒക്കെ നമുക്ക് ചിലവാക്കാൻ തോന്നും. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കിയൊക്കെ ഉണ്ടാക്കുന്ന പൈസ ചിലവാക്കുമ്പോൾ നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കും. ഓക്കെ, അപ്പം ഇവർ സംസാരിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ എനിക്കൊരു വലിയൊരു റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് ഈ അഹാന കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിൻ്റെ അടുത്താണ്. അവര് ഇത്രയും ഹ്യൂജ് എമൗണ്ട് പറ്റിച്ച ആ 3 ആൾക്കാരോടും വളരെ നീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു രീതിയിലും അരോഗൻ്റ് ആവുന്നില്ല. എന്നെ കൊണ്ടൊന്നും നടപടിയാവില്ല, സോറി ടു സേ ദസ്. ഇപ്പം ഇവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും വളരെ കാമായിട്ടാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തിനെടുത്തു, എപ്പോൾ ഇത് തുടങ്ങി, നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക, നിങ്ങൾ സമ്മതിക്കുക ഇതാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ സമ്മതിക്കുക. അതിലേടിയും ഒരു ഭീഷണിയുടെ സ്വരമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് ഓൺലൈൻ യുഗമാണ്. നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് തന്നെ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കപ്പെടും. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന സമയത്ത് ഇവർ വിചാരിച്ചു എന്നാൽ പിന്നെ അത് 2 ലക്ഷം ആവാം. അങ്ങനെയാണ് ഇത് നിർത്താൻ പറ്റാണ്ട് ഇങ്ങനെ കയ്യിൽ പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നു. ദിയാക്കിപ്പോൾ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ആ ഒരു സമയത്ത് തട്ടിപ്പ് നടത്താൻ പറ്റിയ സമയം ഇതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ 3 ആളും. ഇതിൽ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവൊന്നുമില്ല. ഭയങ്കര തന്നെ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അടിപൊളിയാണ്. കാരണം 1500 കിട്ടിയാൽ എനക്കഞ്ഞൂറ്, നിനക്കഞ്ഞൂറ് അതിൽ മാത്രം നിങ്ങളൊരു സത്യസന്ധത കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട് നമുക്കിത് പോലീസിനെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനോ ഒന്നും താല്പര്യമില്ല. നിങ്ങൾ ഈ എമൗണ്ട് എത്രയാണോ നിങ്ങൾ ദിയാ കൃഷ്ണയിൽ നിന്നും പറ്റിച്ചിട്ടുള്ളത് ആ എമൗണ്ട് നിങ്ങൾ തിരിച്ചു തന്നാൽ ആ പ്രശ്നം ഇവിടെ തീർന്നു. കാരണം ഇപ്പം 8 ലക്ഷം രൂപ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 69 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു 61 ലക്ഷം, ഒരു 60 ലക്ഷം തന്നെ കണക്കാക്കിക്കോ. അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് ആയിരിക്കില്ല. ഇനിയിപ്പം ഇനി വരാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ പൈസ പറ്റിച്ച് അത് പിടിക്കപ്പെട്ട് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മഹത്യാ ഭീഷണി. ഈ 3 പേരിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ 3 പേരും ഇരുന്നാലോചിക്കും അത്തള വിത്തള തവള എത്തണ ആരാണ് ആത്മഹത്യ ചെയ്യാൻ കാരണം ഇപ്പം ഞാനാണ് ഇതിൽ പെട്ടുള്ള ഒരാളെന്നുണ്ടെങ്കിൽ പിന്നെ നിറക്കെടുത്തിട്ട് ഷീട്ട് വീണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ആത്മഹത്യ ട്രൈ ഒന്ന് നടത്തും, എന്നിട്ട് അതൊന്ന് വൈറലാക്കും. അപ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അയ്യോ ഒരാളുടെ ജീവനേക്കാളും വലുതല്ല 60 ലക്ഷം എന്നൊക്കെ ചിന്തിച്ചത് വിടും എന്നൊക്കെ അങ്ങനെയൊക്കെയാണ്. കാരണം അതൊക്കെ നാട്ടു നടപ്പിന്റെ ഭാഗമാണ്. ഈ 3 ആൾ നിങ്ങൾ കണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ ഇലുമിനാറ്റി മറ്റത് മറിച്ചൊന്നും പറഞ്ഞു വരണ്ട. അത് എൻ്റെ വായി അങ്ങനെ ആയതുകൊണ്ടല്ല, അതങ്ങനെ തന്നെയാണ്. നമ്മൾ നാട്ടിലായാലും എവിടെയായാലും കാണുന്ന ഒരു രീതി അതാണ്. ആത്മഹത്യക്കൊന്ന് ശ്രമിക്കും, അത് മരിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ 3 ആളും ചിലപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ വരാം. അപ്പം അത് പേടിച്ചിട്ട് ഇവർ പിന്മാറും എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ നടക്കും. ഇനി എന്ത് തന്നെ ആയാലും ഇതിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും നിങ്ങൾ ബിസിനസ് നിങ്ങളാണ് തുടങ്ങിയത് ആരെയും ഏൽപ്പിക്കരുത്. ഒരു തെണ്ടിനും വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പം ഇവിടെ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് ദിയാ കൃഷ്ണ പറയുന്നത് ഞാൻ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്തതാണോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴെങ്കിലും ഇവരുടെ ആരത്തെങ്കിലും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ എൻ്റെ ഫോൺ എടുക്കാം, എൻ്റെ ഫോണിൻ്റെ ഹിസ്റ്ററി എടുക്കാം, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസും വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ദിയ അതിൽ സംസാരിക്കുന്നുള്ളത്. നിങ്ങൾക്ക് എടുക്കാം, ആർക്ക് വേണമെങ്കിലും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഏതെങ്കിലും ഒരു രീതിയിൽ തട്ടിപ്പോ കാര്യങ്ങളോ നടത്താൻ ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടത്താൻ ഒരാളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം തന്നെയാണ് ദിയാ കൃഷ്ണയും പറയുന്നത്. വെരി ഗുഡ്. എനിക്ക് ആ ഒരു വീഡിയോയിലാണ് മനസ്സിലായിട്ടുള്ളത്, ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് ആളുടെ ഭാഗത്ത് തന്നെയാണ് ശരി. കാരണം ചെറിയ എന്തെങ്കിലും എമൗണ്ട് ആയിരുന്നു എങ്കിൽ ചിലപ്പം ദിയാ കൃഷ്ണ അത് വിട്ടേനെ. കാരണം വെറുതെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ആക്കേണ്ട, ആ ഒരു എമൗണ്ട് തിരിച്ചടച്ച് അത് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഇതങ്ങനെയല്ല. 69 ലക്ഷം രൂപയാണ് ഇത് പറ്റിച്ചിട്ടുള്ളത്. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം എന്തായാലും ആൾക്കാരെ മുന്നിൽ നാണം കിട്ടും. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ മൈൻഡിൽ അവർ ആ ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത ആ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്ന ഫേസാണ്. അതേ നിങ്ങളാണ് ഇവിടെ കുറ്റസമ്മതം നടത്തുന്നത്. ഞങ്ങൾ ഇങ്ങനെ വീതിച്ചെടുത്തു, ഞങ്ങൾ തിരിച്ചു തരാം ചേച്ചി എന്നുള്ളത്. എന്തിനാണ് നിനക്ക് തന്നത്? എടുക്കാണ്ട് എന്നാൽ മതിയായിരുന്നില്ലേ? കിട്ടിയതും വാങ്ങി ഞെണ്ണിപ്പോയാൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ പറയാം, ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്തായാലും ദിയാ കൃഷ്ണൻ്റെ കൂടെയാണ്. കാരണം ആളായാലും ആളുടെ ഫാമിലി ആയാലും അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. തെളിവുകൾ ഇവർ കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞതിനും ഞാൻ ചെയ്തതിനൊക്കെയുള്ള തെളിവുകൾ ഇവർ കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി
ആൾ പ്രഗ്നൻ്റ് ആണ്, ആളുടെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ ആവാൻ എന്തായാലും ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് പാവം. അത് പിന്നെ അതിൻ്റെ മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതിൻ്റെ ബിസിനസ്സിന് ഇത്രയും പൈസ പിന്നെ കണക്ക് പ്രകാരം ഇത്രയും പൈസ പോയിട്ടുണ്ട്. അതൊക്കെ ഒരാളുടെ ഇപ്പം ഈ പറയുന്ന ദിയ കൃഷ്ണേൻ്റെ ആണെന്നുണ്ടെങ്കിലും ആളുടെയും അധ്വാനം അതിനകത്തുണ്ട്. അല്ലെങ്കിൽ അവർ മെനക്കെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും ഈ ഒരു ബിസിനസ് ഇവിടെ എത്തിയത് എന്ന് തന്നെ പറയണം. എന്തായാലും ഇനിയിപ്പം ഇവർ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദിയ കൃഷ്ണന്റെ സൈഡിൽ നിന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. എന്ത് തന്നെയായാലും കട്ട പൈസയില്ലേ. കാരണം അത് ഇങ്ങനെ തന്നെ വേണം, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങളെ വിശ്വസിച്ച ഒരാൾ ഒരു സ്ഥാപനം ഏൽപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും കൈയിട്ട് വാരിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാവുള്ളൂ. ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും ദിയ കൃഷ്ണേൻ്റെയും അവരുടെ ഫാമിലീൻ്റെയും സൈഡ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇതുവരെ അവർ സംസാരിച്ചതും വെച്ച തെളിവുകളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നുള്ളതാണ്. നോക്കാം, വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.